ഓ അഖിലേ, എൻ്റെ പൊന്നഖിലേ, ഇത് ഇങ്ങനെ കൊല്ലണ്ടായിരുന്നു. ഇതിനെക്കാട്ടി സന്തോഷ് പണ്ഡിറ്റ് അടിപൊളിയായിട്ട് പടം ഇത് ചെയ്യുമല്ലേ. പിന്നെ ആ പടത്തിൽ അഭിനയിച്ച എനിക്ക് തോന്നുന്നത് അതേപോലത്തെ കടുപ്പം. എങ്ങനെയുണ്ട് മുള്ളംകൊല്ലി? മുള്ളംകൊല്ലിയാ? ഓ അഖിലേ, എൻ്റെ പൊന്നഖിലേ, ഇത് ഇങ്ങനെ കൊല്ലണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇങ്ങനെ ഉണ്ട് അപരാധം, കാട്ടപരാധം പിടിച്ചത്. എന്താണ്? ഓ ഒന്നും പറയണ്ട. മറ്റേ അഖിലുണ്ടല്ലോ, അഖില് മാരാ അതാര് എനിക്കറിഞ്ഞൂടാ. ഓ ബിഗ് ബോസിലാണല്ലോ മറ്റേ അഖില് മറ്റേ മുണ്ടുപോക്കി കാണിക്കുമെന്ന് പറഞ്ഞ് അവരാ. ഉള്ള കാര്യം പറയല്ല, ഈ പടം തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഒരു വൻ പ്രതീക്ഷയായിട്ട് ഇരുന്നതാണ്. ഇത് തുടക്കത്തിൽ നോക്കിയപ്പോൾ അതിൽ അഭിനയിച്ചിരുന്ന സഹനടന്മാരായിട്ടുള്ളവരൊക്കെ വമ്പം കോമഡി. ആ ഡബ്ബിംഗ് ഒക്കെ എവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെന്തേടേ, ഇതിനെക്കാട്ടി സന്തോഷ് പണ്ഡിറ്റ് അടിപൊളിയായിട്ട് പടം ഇത് ചെയ്യുമല്ലേ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യും, അഖിൽമാരാറ് ഇത് ബുള്ളറ്റ് കൊണ്ടുവരും, ഒരടി ഒരു കറക്കം, വീണ്ടും പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും 2 അടി ഒരു കറക്കം. എന്തരടേ അഭിനയമൊക്കെ അങ്ങോട്ട് ഒഴിവി ഇറങ്ങുകയാണ്. കാരണം അഖിലിൻ്റെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ചോറ് കഴിക്കണ ഒഴിക്കാൻ ഒഴിവില്ലേ, അതേപോലെ ഒഴുകിക്കൊണ്ടാണ് ഇരിക്കണത്. ഇയാൾ എന്തരടേ കാണിക്കണത്? സത്യം പറയാല്ലേ, സത്യം പറയാത് പടം കാണാതെ ചെറിയ കുഞ്ഞിട്ട് ഇതിനെക്കാട്ടി മൊബൈലിൽ കണ്ടാൽ മതിയായിരുന്നു. ഓ എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. എല്ലാവരും അഭിനയം ഒഴിക്കാൻ പോലെ ഒഴിവാണ്. ഓ ഒരു സാമ്പാറും പുളിശ്ശേരിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അത് MGM ഗ്രൂപ്പിന്റെ MD. ഞാൻ MGM ഗ്രൂപ്പിലെ സ്കൂളിൽ വണ്ടി ഓടിച്ചിട്ടിരുന്ന ആളാണ് ഞാൻ 12 വർഷം. അതുകൊണ്ട് MGM ഗ്രൂപ്പിലെ പാവപ്പെട്ട ആ മനുഷ്യനെ പറഞ്ഞു പറ്റിച്ച് സിനിമയെടുത്ത് ആ പടം ജോർജിനെ കൊണ്ടൊരു പടം എടുപ്പിച്ച് അന്ന് ആ പടം ഓടാത്തത് കൊണ്ട് ഞാനാണ് MGM സ്കൂളിലെ ബസ്സിൽ കൃപ തിയേറ്ററിൽ ഞാൻ അവിടുത്തെ ടീച്ചർമാരെയും എല്ലാവരും കൊണ്ട് ഞാനാണ് ഓടിച്ച് കൃപ തിയേറ്ററിൽ കൊണ്ടുവന്നത് ആ പടം കാണാൻ വേണ്ടി. അതിൽ നമ്മുടെ സ്കൂളിലെ മാനേജർ അഭിനയിച്ച്, മാനേജറിൻ്റെ ഡ്രൈവർ അഭിനയിച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ ആ വായില്ലെങ്കിൽ ഉണ്ടല്ലോ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വായാണ് സമ്മതിക്കാൻ. എന്താടേ വേടഞ്ഞ പറയാനായിട്ടുള്ള ഒരു ഇതുമില്ല, പക്ഷെ ആ വായാണ് സമ്മതിക്കണം. വായ എന്ന് വെച്ചാൽ 1.5 വായ തന്നെ. സത്യം പറയാം, ഒരു പട്ടിയം വന്ന് അത് കടിച്ച് കീറലെന്നാണ് ഞാൻ ആലോചിക്കണത്. ഒരു പോസിറ്റീവും ഇല്ല. പിന്നെ അയാളെ പേരെന്തോന്ന്, ജാഫർ അടിക്കുക. അയാൾ നല്ലൊരു നടന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അയാളോടുള്ള ആരാധനയൊക്കെ പോയി. കാര്യം വമ്പം കോമഡി ആയിപ്പോയി. എന്തോന്നറേ ഇത്. കോട്ടയം നസീർ എന്ത് പറയാൻ, ഞാനൊരു മിമിക്രി കലാകാരനായതുകൊണ്ട് ഞാൻ പുള്ളീനെ കുറ്റം പറഞ്ഞില്ല. എന്നാലും പുള്ളിയുടെ വില കളയാനായിട്ടാണ് ഈ മൂത്രമൊഴിക്കുന്ന മുള്ളംകുലിയിൽ വന്നത്. സത്യം പറയാല്ലേ, എന്തോന്നറേ ഇത്. എനിക്ക് എങ്ങനെയല്ലേ പോയി ബിഗ് ബോസിൽ പടത്തിൽ അഭിനയിച്ച എനിക്ക് തോന്നുന്നത് അതേപോലത്തെ കടുപ്പം. ഓ എല്ലാ എക്സ്പ്രഷനും ഒരേപോലെ ആയിരിക്കണം. ഞാൻ കളിയാക്കി പറയണം, എല്ലാ എക്സ്പ്രഷനും ഒരേപോലെ ആയിരിക്കണം. എക്സ്പ്രഷൻ കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, അഖിൽമാരാറുടെ ഒരു ഡയറക്ടറാണെങ്കിൽ അഖിൽ ഇത് കാണണം. ഈ സിനിമ കണ്ടിട്ട് വിലയിരുത്തി പറയണം. ഓരോ സിനിമകളെ കുറിച്ച് റിവ്യൂ പറയുന്നവന്മാരൊക്കെ വെറും മോശക്കാരാണെന്ന്. ഇത് നമ്മൾ റിവ്യൂ പറയാൻ നമുക്ക് ഉള്ളത് പറയണേ. നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കി നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, നമ്മൾ കാണുന്നു, അതിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, പടം എങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് കള്ളർ റിവ്യൂ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഈ പടത്തിനെ കാണുന്നതിന് ഞാൻ ഇവിടെ വരുമ്പോൾ ഓരോ പടത്തിന് ആൾക്കാർ കുറവാണ്, പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പടത്തിന് ആൾ കൂടും. ഇത് എങ്ങനെയാണ് പറഞ്ഞത്? ഇതിൻ്റെയൊക്കെ മന്ത്രമൊക്കെ ഇത് എങ്ങനെയാണ് ഞാൻ ആലോചിക്കണത്? എനിക്ക് ഫ്രീ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രീ ടിക്കറ്റ് വെച്ച് ഞാൻ പടം കാണൂല. എത്ര പേര് കൊണ്ടുവന്നറിയാം ഫ്രീ ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് പറയും നല്ല റിവ്യൂ പറയും. ഞാനൊന്നും പറയില്ല. നമ്മളെ പൈസ എടുത്ത് നമ്മളെ വണ്ടി ഓടി നമ്മൾ പൈസ എടുത്ത് നമ്മൾ റിവ്യൂ പറയും. എന്തുവാണ് ഇത്? ഒഴിക്കാൻ ഉടവും പോലെ ഉഴവേയില്ലേ. ഇതിനെങ്ങാട്ടി ഒരു അമ്മിക്കല്ലെടുത്ത് വെച്ച് അങ്ങ് ആട്ടിയാൽ മതിയായിരുന്നു. ഇതിനെ ആ വായിലിട്ട് ആട്ടണം, അമ്മിക്കല്ലിൻ്റെ കുഴവി എടുത്തിട്ട്. പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. മുള്ളംകൊല്ലി എന്ന് പറയാനായിട്ടില്ലല്ലോ. അത് ലാലേട്ടനെ മമ്മൂക്കേനെ കുറിച്ച് മമ്മൂക്കെ പോലെ ആവാന്ന് വെച്ചാൽ ഞാനില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ആടെ നോക്കണ്ട, ഉള്ള കാര്യം പറയാല്ലേ. വേറെ വല്ല പണിയുമെല്ലാം നോക്കേണ്ട, ഉള്ള കാര്യം പറയാം. അല്ലെങ്കിൽ പടം കൊള്ളാമെന്നാൽ ആരെങ്കിലും പടം കണ്ടിട്ട് ഈ പടം കണ്ടിട്ട് എത്ര പേര് വന്നു അവർ പോസിറ്റീവ് പറയുമായിരിക്കും. പോസിറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഗുഡ് ടിപ്സ് ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലായിക്കോളണം. പറയാനല്ലേ, തിന്ന ചോറിന് നന്ദി വേണം. അതാണ് അതിൻ്റെ ഇത് പറയുന്നത്.